ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തി വിലസി നടന്ന കള്ളൻ ഒടുവിൽ പോലീസ് പിടിയിൽ. കോഴിക്കോട് പൂവാട്ടുപറമ്പ് മുണ്ടക്കൽ സ്വദേശി നടുക്കണ്ടി പുറായിൽ റിയാസ് ആണ് മാവൂർ പോലീസിന്റെ പിടിയിലായത്. അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ പതിവ് രീതി. രാത്രിയാകുമ്പോൾ ബൈക്കെടുത്ത് ഇഷ്ടമുള്ളിടത്തേക്ക് സഞ്ചരിക്കും. റോഡിൽ കാണുന്ന ക്ഷേത്രങ്ങളിൽ കയറി ഭണ്ഡാരങ്ങളുടെ പൂട്ട് തകർത്ത് അതിലുള്ള പണം മോഷ്ടിക്കും. അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന റിയാസിന്റെ പതിവ് രീതിയാണിത്. മാവൂർ, കുന്നമംഗലം, പന്തീരങ്കാവ്, ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും റിയാസ് മോഷണം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം മാവൂർ ചെറുപ്പയിലെ അയ്യപ്പൻകാവിന്റെ മുറ്റത്ത് 2 ഭണ്ഡാരങ്ങളുടെ പൂട്ട് റിയാസ് തകർത്തിരുന്നു. തുടർന്ന് റോഡരികിലെ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് പണം എടുക്കുന്നതിനിടയിലാണ് വിനോദയാത്ര കഴിഞ്ഞെത്തിയ സംഘത്തിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുന്നത്. ഇവർ ബഹളം വെച്ച് ഓടിയെത്തിയതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് വിനോദയാത്ര സംഘം മാവൂർ പോലീസിൽ വിവരമറിയിക്കുകയും പരിസര പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഒരു ബൈക്കും ബൈക്കിൽ സൂക്ഷിച്ച പണവും കണ്ടെത്തുകയായിരുന്നു. CCTV ദൃശ്യങ്ങളും ബൈക്കിന്റെ നമ്പറും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അമ്പലക്കള്ളൻ പിടിയിലായത്. ഇവന്റെ മോഡസ് ഈ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുക എന്നുള്ളതാണ്. അമ്പലത്തിലെ ഭണ്ഡാരങ്ങൾ എന്ത് ചെയ്യുക, പൊട്ടിക്കുക. അതൊരു കണ്ടിന്യൂസ് ആയിട്ട്, അതായത് പല സ്ഥലം ഒരു ദിവസം തന്നെ 2-3 സ്ഥലങ്ങളിലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുന്നമംഗലം, അതുപോലെ മറ്റേ മാവൂര്, തുടർന്ന് അടുത്തടുത്ത സ്റ്റേഷനുകളിലെല്ലാം ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെല്ലാം മോഷണം നടത്തിയിട്ടുണ്ട്. ഒരു വണ്ടി ഉപേക്ഷിച്ചു ഒരാൾ കണ്ടതിൽ നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ, അയ്യപ്പൻകാവ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് വണ്ടി ഉപേക്ഷിച്ച് പോവുക ചെയ്തത്. അതിൽ കേന്ദ്രീകരിച്ചും അയാളുടെ CCTV ഫുട്ടേജ് കേന്ദ്രീകരിച്ചും അന്വേഷണത്തിലാണ് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ഒരുപാട് കളവ് കേസിന്റെ പ്രതിയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. റെയിൻകോട്ടും ഹെൽമറ്റും ധരിച്ചാണ് റിയാസ് കവർച്ചയ്ക്കായി എത്തുന്നത്. കവർച്ച നടത്തേണ്ട ക്ഷേത്രങ്ങളുടെ സമീപത്ത് നിന്നും അല്പം മാറി ബൈക്ക് സുരക്ഷിതമായി വെച്ചതിന് ശേഷമാണ് റിയാസ് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുക. നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പ്രതി മാവൂർ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.